ഷഹബാസിൻ്റെ വീട് നിങ്ങൾക്കറിയാം. സമീർ സി മുഹമ്മദ് കൂടി താമരശ്ശേരിയിൽ നിന്ന് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. ശരിക്കും യഥാർത്ഥത്തിൽ പിതാവ് നേരത്തെ തന്നെ കൊട്ടേഷൻ സംഘത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞു. അത് ശരിയായി വന്നു എന്നാണല്ലോ അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അപ്പോൾ കൂടുതൽ വിവരം എന്താണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? ഗുഡ് മോർണിംഗ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ ഷഹബാസിൻ്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആ പിതാവ് ഉന്നയിച്ചിരുന്നു, മുഹമ്മദ് ഇക്ബാൽ ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്ന് തെളിയുകയാണ് ഓരോ നിമിഷവും. നമുക്കൊപ്പം ഇപ്പോൾ ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാൽ കൂടി ചെയ്യുകയാണ്. ആദ്യം പറഞ്ഞിരുന്നു ഇതിനകത്തൊരു കൊട്ടേഷൻ സംഘത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത്. ഇന്നലത്തെ പരിശോധനയിൽ നഞ്ചക്ക് ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരു വരും ദിവസങ്ങളിൽ കൂടുതലും അറിയാൻ കഴിയുന്നത് ഇതിൽ ആളുകൾ ഇനിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ഗൂഢാലോചനപരമായിട്ട് കൊട്ടേഷൻ സംഘത്തിനെ ഏൽപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നാണ് എൻ്റെ ബലമായ സംശയം. അത് ഓരോ ദിവസം തോറും കഴിയും തോറും തെളിഞ്ഞു വരികയാണ്. ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ വരുന്ന കണ്ണുനീരൊലിപ്പിച്ച് വരുന്ന ആളുകൾ പോലും പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ഒരുപാട് നൂറുകണക്കിന് ആളുകൾ ഇവിടെ വരുന്നുണ്ട് അറിഞ്ഞുകൊണ്ട്. ആരും പ്രതികരിക്കുന്നില്ല. നമുക്കിപ്പോൾ നിരപരാധിയായ കുട്ടി പോയത് കൊണ്ടാണ് ഇത്ര നമ്മൾ പ്രതികരിക്കുന്നത്. ഒന്നിനും അവൻ്റെ ടീച്ചേഴ്സ് ആയിക്കഴിഞ്ഞാലും അവന് 7 വർഷം ഇഷാത്ത് പബ്ലിക് സ്കൂളിൽ പഠിച്ചു, അത് കഴിഞ്ഞ് MJL പഠിച്ചു, അത് കഴിഞ്ഞ് അവൻ മദ്രസയിൽ പഠിച്ചു. എല്ലാവരും ഓരോ സങ്കടം ഒന്നായിട്ട് പറയുന്നത് അവനൊരു തെറ്റും ചെയ്യാത്തൊരു കുട്ടിയാണ്. പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് വൻ ഭീഷണിയായിട്ടാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു പ്രതിവിധിയായിട്ട് രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ ശക്തമായി എതിർക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. നീതിപീഠമായാലും ഗവൺമെൻറ്റിൽ ഉറച്ച വിശ്വാസമുണ്ട്, അതേപോലെ നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിഷ്പക്ഷമായിട്ട് ഇതിന് എത്രത്തോളം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് വിനീതമായി എനിക്ക് അപേക്ഷിക്കാനുള്ളത്. വരും ദിവസം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തേച്ച് മാച്ച് കളയാൻ അവർക്ക് കഴിയും. അതിനുള്ള സ്വാധീനമുള്ള ആളുകളാണ് അതിന് വേണ്ട ആളുകളെ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ 10ാം ക്ലാസ്സിൽ നിന്ന് കോപ്പി അടിച്ച കുട്ടികളെ എക്സാം എഴുതാൻ സമ്മതിക്കാത്ത സമയത്ത്, അങ്ങനെ നിയമമുള്ള സമയത്താണ് ഇപ്പോൾ ക്രിമിനലായ കുട്ടികളെ എക്സാം എഴുതാൻ പ്രൊട്ടക്ഷൻ കൊടുത്ത് എഴുതാൻ സമ്മതിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ഒരു പ്രചോദനം അവർക്ക് കിട്ടുകയാണ്. ഈ വർഷം അവർ പരീക്ഷ എഴുതണ്ട, അടുത്ത വർഷം അവർക്ക് ചാൻസ് കൊടുക്കാം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടികളിൽ ഒരു ബോധം വരിക ചെയ്യുക. അതൊന്നുമില്ലാതെ ഗവൺമെൻറ് ഇവരെ ഭാഗത്ത് തന്നെ എന്ന് ഞാൻ ന്യായീകരിച്ചു. അല്ലേ എൻ്റെ കുട്ടി തെറ്റ് ചെയ്ത കുട്ടിയാണെങ്കിൽ അവനതിന് പോയിട്ടല്ലേ എന്നുള്ള ഒരു ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ തൃപ്തിപ്പെടാം. ഇതല്ല, എൻ്റെ കുട്ടി 6 അടി മണ്ണിൽ കിടക്കുന്നു, ഇവരിവിടുന്ന് ആർക്കാ സഹിക്കുക. അത് അറിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ ഭാര്യ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഇന്നലെ ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് സാർമാർ വന്ന് വിളിച്ചിട്ട് പോലും ഒരനക്കല്ല. രണ്ടാമത് 3 മണിക്ക് വന്നിട്ട് മൊഴിയെടുക്കാൻ വന്നു. ഇതൊക്കെ വളരെയേറെ ദയനീയമായ ഒരവസ്ഥയിലാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രതികരിക്കാനോ ഇനി സംസാരിക്കാനോ ഓരോ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട് അവൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മളെ നെഞ്ചകം പൊട്ടിപ്പോവുകയാണ്. ഓരോ സമയവും ഓരോ ദിവസം തോറും നമ്മൾ തകർച്ചയിലേക്കാണ് പോണത്. മറക്കാൻ കഴിയുന്നില്ല ഓരോ സമയവും. ഇന്നലെ രാത്രി എന്തോ കഴിച്ച് കിടന്ന് ഒന്നും വിളിച്ചിട്ട് എണീക്കുന്നില്ല. ചെറിയ കുട്ടിയുണ്ട്, അവർ പോലും എണീക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആരോട് പറയും? നിരലംബമായ കുടുംബം, അന്നന്ന് കൂലിക്ക് പോയി ജീവിതം മുന്നോട്ട് നീങ്ങുന്നു. ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയും ഗവൺമെൻറ്റും ഉണർന്ന് പ്രവർത്തിച്ച് ഇതിന് ഒരു നീതി ലഭ്യമാക്കി തരണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. എസ്കേൻ വലിയ സങ്കടത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ആ കുട്ടികൾക്ക് ഇന്ന് 5 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതി കൂടി നൽകിയ ഒരു പശ്ചാത്തലം, അതിൻ്റെ ഒരു വേദന കൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയവർക്ക് ഒരു സുരക്ഷ ഒരുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് പലപ്പോഴും അത് പ്രചോദനമായി മാറും. അത്തരം സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. മാതൃകാപരമായിട്ടുള്ള ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ആ കണ്ണുകളിലെ നിരാലംബത നമുക്ക് കാണാൻ കഴിയും. നിസ്സഹായതയാണ് ആ മനുഷ്യരിൽ ഇപ്പോഴുള്ളത്. അദ്ദേഹം ചോദിച്ചത് ചോദ്യമല്ലേ, തൻ്റെ മകൻ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അവനെ കൊലപ്പെടുത്തി മണ്ണിനടിയിലാക്കിയ 5 പേർ ഇന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതുകയാണ്.
അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം കോപ്പി അടിച്ച് കുറ്റം ചെയ്തവർക്ക് പോലും പരീക്ഷ എഴുതാൻ സമ്മതിക്കാത്ത നിയമം നിലവിലുണ്ട്. എന്നാൽ ഇത് ചില നിയമങ്ങൾ നമുക്ക് പാലിച്ചേ പറ്റുമോ? അത് പല പ്രേക്ഷകരും കമൻറ്റ് ബോക്സിൽ അവൻ ക്രിമിനലാണ്, അവൻ കുട്ടികളല്ല, അവരെ പരീക്ഷ എഴുതിക്കാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നു. നമുക്കൊക്കെ വികാര വിക്ഷോഭമുണ്ട്, നമുക്ക് വികാരങ്ങൾ അടക്കാൻ പറ്റുന്നില്ല. കാരണം അത്ര കൂടുതൽ കൊടിയ മൃഗീയതയാണ് ഈ ഷഹബാസിനോട് ഈ 5 കുട്ടികളും ചെയ്തത്. ഇതിൻ്റെ പിന്നിൽ വല്ല അധോലോക സംഘങ്ങളോ ഈ പിതാവ് ആരോപിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങളോ ഉണ്ടെന്ന് ഇനിയും പോലീസിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പോലീസ് നല്ല അന്വേഷണമാണ് നടത്തുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു.